السلام عليكم ورحمة الله وبركاته. درسنا اليوم أبيات بقلم الأستاذ عبد القادر كمال بعنوان أعذب الحب، نشرها في جريدة المدينة الصادرة اليوم. إلى السطور: يا من كتبت لها أحلى عباراتي وصغت من أجلها ألحان أبياتي، لا تبعدي عن مدى عيني وأخيلتي وقربيني إلى حرل ومشآتي، صبي لي الوجد في أرجاء عاطفتي وبثي الشوق في بوح العبارات، وضمخي لغتي عطرا وأندية وعتريها بأنفاس الصباحات، وأوقدي في مسارات الهوى شعلا ولونيها بألوان الفراشات، يا أعذب الحب توفي في ساتيني وواحاتي، نأيت أني ونبض الشوق غالبني وغاب أنسي واعتلت مسراتي، وعندما عدت عادت لي مباهجه وأينعت بلذيذ الوصل أوقاتي، أدركت أن ربيع الأمر مرتجع وأن مصباحه قد زار مشكات. നമ്മുടെ ഇന്നത്തെ ലെസൺ ഉസ്താദ് അബ്ദുൽ ഖാദർ കമാൽ എന്ന കവി അഅ്ദബുൽ ഹുബ്ബ്, കലർപ്പില്ലാത്ത സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം എന്ന ശീർഷകത്തിൽ ഇന്നിറങ്ങിയ അൽമദീന പത്രത്തിൽ എഴുതിയ ഏതാനും വരികളാണ് നമ്മൾ ഇന്ന് ലെസണായി സ്വീകരിച്ചിട്ടുള്ളത്. വരികളിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് കവിതയാണ്. ഇതിനെ നമ്മൾ കാവ്യാത്മകമായി തന്നെ സമീപിക്കേണ്ടതുണ്ട്. അങ്ങനെ സമീപിക്കുമ്പോഴാണ് ഇതിന്റെ പൂർണ്ണമായ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുക. ഞാനൊരു കവിയല്ലാത്തത് കൊണ്ടും കാവ്യഭാവന തീരെ ഇല്ലാത്തത് കൊണ്ടും എന്റെ വിശദീകരണത്തിൽ ചിലപ്പോൾ ഇദ്ദേഹം ഉദ്ദേശിച്ച ആ ഒരു ഭാവനയും കിട്ടിക്കൊള്ളണമെന്നില്ല. ഏതായാലും ഞാൻ ഇതിന്റെ ബാഹ്യതലങ്ങളിലൂടെ ഇതിന്റെ അർത്ഥങ്ങൾ വിശദീകരിച്ച് അവസാനിപ്പിക്കും. അതിന് കാവ്യാത്മകമായി ഇതിനെ സമീപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പല അർത്ഥതലങ്ങളിലേക്കും കൊണ്ടുപോകാവുന്നതുമാണ്. വരികളിലേക്ക്: യാ മൻ കതബ്തു ലഹാ അഹ്ലാ ഇബാറാതി വസുഗ്തു മിൻ അജ്ലിഹാ അൽഹാന അബിയാതി. യാ മൻ, അദ്ദേഹം ഒരാളെ അഭിസംബോധന ചെയ്യാണ്, സ്നേഹത്തെ അഭിസംബോധന ചെയ്യാണ് മൻ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമുക്ക് ഈ സ്നേഹത്തെ നമ്മൾ അർത്ഥം പറഞ്ഞു പോകുമ്പോൾ നമുക്കൊരു ഒഴുക്കിനു വേണ്ടി അവൾ എന്ന് വിളിക്കാം. യാമൻ കതബ്തു ലഹാ, ഒരുത്തി, കതബ്തു ലഹാ, അവൾക്ക് വേണ്ടി ഞാൻ എഴുതി, അഹ്ലാ ഇബാറാത്തി, എന്റെ വചനങ്ങളുടെ മധുരകരമായ എന്റെ വചനങ്ങളെ ഞാൻ അവർക്ക് വേണ്ടി എഴുതി. അങ്ങനത്തെ ഒരുത്തിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യാണ്. വസുഖത്തു, ഞാൻ നിർമ്മിച്ചു മിൻ അജ്ലിഹ, അവൾക്ക് വേണ്ടി, അൽഹാന അബിയാതി, എന്റെ പദ്യങ്ങളുടെ മെലഡിയെ, അതിന്റെ ട്യൂണിനെ, അതിന്റെ ഈണങ്ങളെ. അങ്ങനത്തെ ഒരുത്തിയെ അവളോട് പറയാണ്, ലാ തബ്ഉദി അൻ മദാ ഐനി, എന്റെ ദൃശ്യത്തിൽ നിന്നും എന്റെ കാഴ്ചയുടെ പരിധിയിൽ നിന്നും നീ അകന്നു പോകരുത്. വ അഖീലതി, എന്റെ അഖീലത്ത്, ഖയാല്, എന്റെ ഇമാജിനേഷൻ, എന്റെ ഭാവന, എന്റെ മനസ്സ്, അല്ലെങ്കിൽ എന്റെ ഭാവനയിൽ നിന്നും, അല്ലെങ്കിൽ എന്റെ ഫാന്റസി, എനിക്കൊരു സാങ്കല്പിക ലോകമുണ്ട് എന്റെ മനസ്സിൽ, അതിൽ നിന്നും നീ ഒരുപാട് അകന്നു പോകരുത്. വഖരിബീനി, എന്നെ നീ അടുപ്പിച്ചു നിർത്ത്. ഖരിബീനി, എന്നെ അടുപ്പിച്ചു നിർത്ത്. ബ്രിങ് മീ ക്ലോസർ ടു യു എന്നർത്ഥം. ഇലാ ഹിൽനിൻ, മടിത്തട്ടിലേക്ക്. വമഷ്ഹാത്തി, സ്നേഹത്തിന്റെ ഉറവിടത്തിലേക്കും. മഷ്ഹാത്ത്, ഷഹ്വത്ത് എന്നുള്ള വാക്കിൽ നിന്ന് ഹവ, മഷ്ഹാത്ത്, ഷഹ്വത്ത്, ആ ഷഹ്വത്ത് എന്നുള്ള വാക്കിൽ നിന്നാണ് മഷ്ഹാത്ത് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഷഹ്വത്ത് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ സ്നേഹം, ആഗ്രഹം, സ്നേഹം ഉണ്ടാകുന്ന ആ സ്ഥലം, അതായത് മനസ്സ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലേക്ക് മടിത്തട്ടി. ബീലിയൽ വജ്ദ, എനിക്ക് നീ ചൊരിക്കുക. സുബ്ബൽമാ എന്ന് പറയാറുണ്ടല്ലോ, പ്യുവർ ദ വാട്ടർ, POUR, പുവർ ദ വാട്ടർ, വെള്ളം ചൊരിക്കുക, വെള്ളം ഒഴിക്കുക. അതുപോലെ തന്നെ സുബ്ബീലിയൽ വജ്ദ, എനിക്ക് ഫീലിങ്സ്, എനിക്ക് വജ്ദ്, വിജ്ദാൻ എന്നൊക്കെ പറയില്ല, വജ്ദ് ഫീലിംഗ്, അല്ലെങ്കിൽ സ്നേഹം, വിചാരം, അതൊക്കെ നീ ഒഴിച്ചുകൊണ്ട. ഫി അർജായി ആതിഫതി, എന്റെ മനസ്സിന്റെ എല്ലാ കോണുകളിലും, എല്ലാ ഭാഗങ്ങളിലും. ഫി അർജായി ആതിഫതി, എന്റെ മനസ്സിന്റെ എല്ലാ കോണുകളിലും നീ സ്നേഹം ചൊരിച്ചുകൊണ്ട.
വികാരം ചൊരിച്ചുകൊണ്ട വബുസി അശൗക നീ പരത്ത് അശൗക ഷൗക്കിനെ ആഗ്രഹത്തെ ബുസി പരത്തുക. ബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോഡേൺ ആയിട്ട് ബ്രോഡ്കാസ്റ്റിംഗിനൊക്കെ ബസ് എന്നാണ് പറയാറ്. ബസ് മുബാഷിർ എന്ന് പറഞ്ഞാൽ ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ്. ടിവിയിലൊക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ ലൈവായിട്ട് ചെയ്യുന്ന ബസ് തന്നെ ബ്രോഡ്കാസ്റ്റ്. ബസ് ഹയ്യ് ലൈവ് ബ്രോഡ്കാസ്റ്റ്, ബസ് മുബാഷിർ ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ്. ഇവിടെ ബുസി എന്ന് പറഞ്ഞാൽ പരത്തുക, അശൗക ആഗ്രഹത്തെ, ഫി ബൗഹിൽ ഇബാറാത്തി ഇവിടെ ഇബാറാത്ത് എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷനുകൾ എന്റെ പ്രകടനങ്ങളുടെ ബൗഹിൽ അതിന്റെ ആ ലാഹിറിൽ, ബൗഹ് എന്ന് പറഞ്ഞാൽ ലാഹിർ എന്നാണ് അർത്ഥം. ആ ലാഹിറിൽ ആഗ്രഹങ്ങൾ പരത്തിക്കൊണ്ട നീ ഒബുസി അശൗക ഫി ബൗഹിൽ ഇബാറാത്തി എന്റെ എക്സ്പ്രഷനുകളിൽ. ബൗഹിൽ ഇബാറാത്ത് എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷനുകൾ എന്ന് വെച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ഫി ലാഹിരിൽ ഇബാറാത്ത് എന്നാണ് അർത്ഥം. ബൗഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ മേൽ എന്താണ് പറയാ, അതിന്റെ ബൗഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലാഹിർ എന്ന് തന്നെ അർത്ഥം. അതില് നീ പരത്തിക്കൊണ്ട അശൗക ആഗ്രഹങ്ങള്. വലമ്മിഹി ലുഗതി ഇത്റൻ വഅന്ദിയതൻ വലമ്മിഹി നീ ചായം പൂശ്, നീ പൂശിക്കൊണ്ട ലുഗതി എന്റെ ഭാഷയ്ക്ക്, എന്റെ ഭാഷയ്ക്ക് അല്ലെങ്കിൽ എന്റെ സംസാരത്തിന് നീ പൂശിക്കൊണ്ട ഇത്റൻ സുഗന്ധവും വഅന്ദിയതൻ നല്ല കുളിർമയും. ഇവിടെ അന്തിയത്ത് കുളിർമ എന്ന് പറഞ്ഞാൽ നാദി ജമ അന്തിയത്ത് വരാറുണ്ട്. അത് ക്ലബ്ബ്, നാദി ക്ലബ്ബ്, അന്തിയ ക്ലബ്ബുകൾ. ഇവിടെ നദിയ് എന്നതിന്റെ ജമ്മായിട്ടാണ് അന്തിയത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് നദിയ് എന്ന് പറഞ്ഞാൽ തണുത്ത കാറ്റ് എന്ന കറുത്തുണ്ട്, അല്ലെങ്കിൽ തണുത്ത മഴ, ചെറിയ നീർത്ത മഴ, അങ്ങനത്തെ കുളിർമയേകുന്ന മഴ, ചെറിയ, അതൊക്കെയാണ് അർത്ഥം. ഇവിടെ അന്തിയത്തൻ എന്ന് പറഞ്ഞാൽ നല്ല കുളിർമ എന്നർത്ഥം വെച്ചാൽ മതി. കുളിർമയും സുഗന്ധവും എന്റെ സംസാരത്തിന്, എന്റെ ഭാഷക്ക് നീ ചേർത്തിക്കൊണ്ട, പൂശിക്കൊണ്ട. വഅത്തിരീഹ അതിന് നീ സുഗന്ധം പൂശ്. ബി അംഫാസി സ്വബാഹാത്തി പ്രഭാതങ്ങളുടെ കാറ്റുകൾ കൊണ്ട്. ചെറിയ അൻഫാസ് എന്ന് പറഞ്ഞാൽ ശ്വാസം എന്നർത്ഥമുണ്ട്. അൻഫാസ് എന്ന് പറഞ്ഞാൽ ചെറിയ നേർത്ത കാറ്റ് എന്നും അന്ത്യത്ത് പറഞ്ഞ പോലെ തന്നെ അർത്ഥമുണ്ട്. അപ്പൊ പ്രഭാതത്തിലുണ്ടാകുന്ന മന്ദമാരുതന്. വഔഖിദി ഫീ മസാറാത്തിൽ ഹവ സ്നേഹത്തിന്റെ വഴികളിൽ നീ കത്തിച്ചു വെക്ക്. ഷുഅലൻ തീജ്വാലകൾ ഫ്ലെയിംസ്, ജ്വാലകൾ നീ കത്തിച്ചു വെക്ക്. വഔഖിദി ഫീ മസാറാത്തിൽ ഹവ സ്നേഹത്തിന്റെ വഴികളിൽ, അതിന്റെ പാത്സ് വഴികളിൽ നീ കത്തിച്ചു വെക്ക്. ഷുഅലൻ ജ്വാലകള്. വലവ്വിനീഹ ആ ജ്വാലകൾക്ക് നീ നിറം കൊടുക്ക്. ബി അൽവാനിൽ ഫറാഷാത്തി ബട്ടർഫ്ലൈസ് പൂമ്പാറ്റകളുടെ നിറങ്ങൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ നല്ല വർണ്ണശബളമാക്കുക എന്നർത്ഥം. വലവ്വിനീഹ അതിന് നീ നിറം കൊടുക്ക്. ബി അൽവാനിൽ ഫറാഷാത്തി പൂമ്പാറ്റകളുടെ ബട്ടർഫ്ലൈസിന്റെ നിറങ്ങൾ കൊണ്ട് തന്നെ വർണ്ണശബളമാക്ക്, വ്യത്യസ്ത നിറങ്ങൾ കൊടുക്ക്. യാ അഅദബൽ ഹുബ്ബി നിഷ്കളങ്കമായ സ്നേഹമേ. തൂഫി നീ ചുറ്റിക്കറങ്ങുക. ഫീ മദാ ഉഫ്കി എന്റെ ഉഫ്കിന്റെ ചുറ്റും നീ ചുറ്റിക്കറങ്ങുക. വാശ്രിഖി നീ ഉദിച്ചുയരുക. ഫീ ബസാത്തീനി വവാഹാത്തി എന്റെ പൂന്തോട്ടപ്പച്ചകളിലും, ഒയാസിസ് വാഹത്ത് എന്റെ പച്ചപ്പുകളിലും പൂന്തോട്ടങ്ങളിലും നീ ഉദിച്ചു പൊങ്ങുക. വാശ്രിഖി ഉദിച്ചു പൊങ്ങുക, ജ്വലിച്ചു നിൽക്കുക, അല്ലെങ്കിൽ ഉദിച്ചു പൊങ്ങുക. നഅയ്തി അന്നി നീ എന്നെ തൊട്ടുന്ന് അകന്നു നിന്നു. ആ സമയത്ത് വനബുൽ ഷൗക്കി ആഗ്രഹത്തിന്റെ മിടുപ്പുകൾ, പൾസ്, അതിന്റെ മിടുപ്പ്, തുടിപ്പ്. ഹാലബനി എന്നെ കീഴടക്കി കളഞ്ഞു, നന്നായിട്ട് മിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വഹാബ ഉൻസി എന്റെ സന്തോഷവും, എന്റെ ആ ഒരു ഉൻസിയ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അത് മറഞ്ഞുപോയി. വഅതല്ലത്ത് മസറാത്തി എന്റെ സന്തോഷങ്ങള് രോഗം ബാധിച്ചു എന്ന് പറഞ്ഞാൽ സന്തോഷം നഷ്ടപ്പെട്ടു. എന്റെ സന്തോഷങ്ങൾക്ക് രോഗം ബാധിച്ചു, എന്റെ സന്തോഷങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ആ സ്നേഹം കുറച്ച് സമയത്ത് എന്നെ തൊട്ട് അകന്നു നിന്നപ്പോൾ എന്റെ സന്തോഷം അവസാനിച്ചു, അതിന് രോഗം ബാധിച്ചു, അത് നഷ്ടപ്പെട്ടു. ഉൻസി എന്റെ ഉൻസിയത്ത്, ആ ഉൻസിയത്ത് അത് മറഞ്ഞുപോയി. അങ്ങനെ വൈന്ദമാ ഉത്തി നീ മടങ്ങി വന്നപ്പോൾ ആദത്തിലി മബാഹിജുഹു അതിന്റെ സന്തോഷങ്ങളും, ആ സ്നേഹത്തിന്റെ സന്തോഷങ്ങളും എനിക്ക് മടക്കി കിട്ടി. ആദത്തിലി എന്നിലേക്ക് മടങ്ങി വന്നു. മബാഹിജുഹു അതിന്റെ പ്ലഷേഴ്സ്, സന്തോഷങ്ങൾ, പ്ലഷർ അതിന്റെ സന്തോഷങ്ങൾ മടങ്ങി വന്നു. പക്ഷെ അപ്പോഴേക്കും ഈ കൂടിച്ചേരലിന്റെ രുചിയോടുകൂടെ അത് പാകമായി, ഈ രുചിയോടുകൂടെ പാകമായി തീർന്നു. ഔക്കാത്തി എന്റെ സമയങ്ങൾ പാകമായി. ഐന എന്ന് പറഞ്ഞാൽ ശരിക്ക് ഐന അൽ ഫാഖ്
ഫാക്കിഹത്തു ഐനായത്തിൽ ഫാക്കിഹത്തു എന്നൊക്കെയാണ് പറയാറ്. ഈ പഴങ്ങളൊക്കെ പഴുത്ത് പാകമായി പറിക്കാനാകുന്നതിനാണ് ഐന എന്ന് പറയല്. ഇവിടെ എന്നെ തൊട്ട് സ്നേഹം കുറച്ച് അകന്നു നിന്നത് തിരിച്ചു വന്നപ്പോൾ എനിക്ക് സന്തോഷമൊക്കെ മടങ്ങി വന്നു. പക്ഷെ അതോടുകൂടെ തന്നെ വൈനായത്ത് ബിലദീദിൽ വസ്ലി, ഈ കൂടിച്ചേരലിന്റെ ലദ്ദത്തോടുകൂടെ, അതിന്റെ ആ മാധുര്യത്തോട്, അതിന്റെ ടേസ്റ്റോടുകൂടെ, രുചിയോടുകൂടെ എന്റെ സമയങ്ങളും പാകമായി തീർന്നു പഴുക്കാൻ മനസ്സിലാക്കി. അന്ന റബിയൽ ഉംരി, എന്റെ ആയുസിന്റെ വസന്തം, മുർത്തജഉൻ, അത് മടക്കി വിളിക്കപ്പെട്ടിരിക്കുന്നു, റീകോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. റീകോൾഡ്, മുർത്തജ റീകോൾഡ്, എന്റെ ആയുസിന്റെ വസന്തം മടക്കി വിളിക്കപ്പെട്ടിരിക്കുന്നു. അന്ന മിസ്ബാഹു, ആ വസന്തത്തിന്റെ വിളക്ക്, ഖദ് സാറ മിഷ്കാതി, അതെന്റെ വിളക്ക് മാടം സന്ദർശിച്ചു കഴിഞ്ഞു. കൊണ്ടുപോകാന് എന്റെ വിളക്ക് മാടം അത് സന്ദർശിച്ചു കഴിഞ്ഞു.